പാപങ്ങളാൽ നശിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം തന്റെ സ്വപുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദൈവപുത്രൻ അയക്കപ്പെട്ടത് ഒരു രാജകൊട്ടാരത്തിലേക്ക് ആയിരുന്നില്ല, മറിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജോസഫിന്റെയും മേരിയുടെയും മകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. വെറും കാലിത്തൊഴുത്തിലായിരുന്നു അവന്റെ ജനനം. അവന്റെ പേര് യേശു എന്നായിരുന്നു. അവൻ അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. കപട മനുഷ്യരെ അവൻ ആട്ടിപ്പായിച്ചു. അവന്റെ നന്മയിൽ അസൂയ പൂണ്ട അധികാരവർഗം അവനെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ചു. ഒരു ചതിയിലൂടെ അവനെ പിടികൂടി അവർ മരണശിക്ഷയ്ക്ക്, ക്രൂരമായ കുരിശുമരണത്തിന് വിധിച്ചു. എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ച് അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. ഇന്നും അവൻ നമുക്കിടയിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവപുത്രന്റെ പീഡാസഹനവും ഉയർപ്പും പരിമിതമായ സമയം കൊണ്ട് ഒരു നാടക രൂപത്തിനു വേണ്ട ചില മാറ്റങ്ങളോടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഉദ്ധിതനിലേക്ക്. ഇത് കണ്ടോ, 30 വെള്ളിക്കാശ്. ഗുരുവിനെ ഒറ്റുകൊടുത്തുവെങ്കിലും ഞാനിന്ന് ധനികനായിരിക്കുന്നു. എന്റെ പ്രിയ ഗുരുവിനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റുകൊടുത്തതിന് എനിക്ക് കിട്ടിയ സമ്മാനം സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ ഞങ്ങളെ കൊണ്ട് നടന്ന എന്റെ ഗുരുവിനെ ഞാൻ ചതിച്ചത് എന്തിനായിരുന്നു? ഞാനത് ചെയ്തത് എന്തിനായിരുന്നു? പണത്തിനോടുള്ള ആർത്തി കൊണ്ടോ? അറിയില്ല. ഒടുവിൽ പീലാത്തോസും അവനെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അവനെ കുരിശുമരണത്തിന് വിധിച്ചിരിക്കുന്നു. അവനെ ക്രൂരമായി മർദ്ദിച്ചു കൊല്ലും. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവർ അവനെ മരണശിക്ഷയ്ക്ക് വിധിക്കുമെന്ന്. ഇല്ല, എന്റെ ഗുരുവിന്റെ മരണത്തിന് മുമ്പ് എനിക്ക് മരിക്കണം. ഈ വെള്ളിക്കാശിന് വേണ്ടിയല്ലേ ഞാൻ അവനെ ഒറ്റുകൊടുത്തത്? ഇതിന് ചോരയുടെ മണമാണ്. ഇതെനിക്കിനി വേണ്ട. എന്റെ പ്രിയ ഗുരുവിനെ അവർ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം, ഞാൻ മരിക്കണം. നിഷ്കളങ്ക കുഞ്ഞാടിനെ രക്തദാഹികളായ ഹിംസ്ര ജന്തുക്കൾക്ക് വിട്ടുകൊടുത്ത നീചനായ മനുഷ്യൻ, ലോകമയത്തിന്റെ കരാളഹസ്തത്തിൽപ്പെട്ട് ധനവും അസത്യവും അധാർമികതയും കൈമുതലാക്കിയവൻ സത്യത്തെ വഞ്ചിച്ചിരുന്നു. ദീർഘദർശിയായ ജെറമിയായുടെ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് 30 വെള്ളി നാണയത്തിന് കുഞ്ഞാടിനെ വിറ്റവൻ ഉണക്ക മരത്തിന്റെ കൊമ്പിൽ അന്ത്യം ഭരിച്ചു. ഇതാണ് അധപതനത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തം. ഒടുവിൽ നിന്റെ പീലാത്തോസും കൈയൊഴിഞ്ഞിരിക്കും. നിന്റെ വിധി ഞങ്ങളുടെ കൈകളിലാണ്. മകനെ, അമ്മേ, അമ്മേ,
എന്ത് തെറ്റാണ് ഇവൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് ഇവനെ വെറുതെ വിട്ടുകൂടെ? ഇവന്റെ വിധി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞതാണ്. മാർഗദർശനമുണ്ടാക്കാതെ മാറി നിൽക്കൂ. നീയല്ലേ യഹൂദയുടെ രാജാവെന്ന് പറയപ്പെടുന്നത്? എന്നിട്ട് ഈ രാജാവിന് കിരീടവും ചെങ്കോലൊന്നും കാണുന്നില്ലല്ലോ. പേടിക്കണ്ട, നിനക്കുള്ള കിരീടം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രാജാവിനുള്ള കിരീടം കൊണ്ടുവരൂ. ഇതാ എല്ലാവരും കാണും, പ്രിയ രാജാവിനുള്ള കിരീടം. അതിങ്ങത്താ, ഞാൻ തന്നെ ഈ കിരീടധാരണം നടത്താം. യഹൂദരുടെ രാജാവ് നീ നാൾ വാഴട്ടെ. യഹൂദരുടെ രാജാവ് നീ നാൾ വാഴട്ടെ. യഹൂദന്മാരുടെ രാജാവേ, അങ്ങേക്ക് സ്വസ്തി. നിന്നെ അടിച്ചത് ആരാണെന്ന് നിനക്കിപ്പോൾ ഒന്ന് പ്രവചിക്കാമോ? നമുക്കിനി ഇദ്ദേഹത്തിനുള്ള സമ്മാനങ്ങൾ നൽകണ്ടേ? വേഗം തുടങ്ങട്ടെ. അമ്മേ, പിതാവേ, പിതാവേ, അവനിക കടത്ത്, കാലിക വലിക്ക്, കയ്യിലിട്ട് ആണിയങ്ങ് അടിക്ക്. ആ മുഴുത്തയാണി യൂതന്മാരുടെ രാജാ. അടിക്കവിടെ. പിതാവേ, ഇവരോടങ്ങ് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. മകനെ, എന്റെ പൊന്നു മകനെ, ഇത് കാണാനായിരുന്നു ദൈവപുത്രനായി നീ എന്റെ ഉദരത്തിൽ പിറന്നത്. എനിക്ക് ദാഹിക്കുന്നു. ദൈവപുത്രനെ ദാഹിക്കുന്നു പോലും. ആയിരിക്കുന്ന വിനഗരി ആ പഞ്ഞിയിൽ മുക്കി അവന് കൊടുക്ക്. അവന്റെ ദാഹം മാറട്ടെ. കുടിക്കേ, വേഗം കുടിക്കേ, നിന്റെ ദാഹം തീരട്ടെ. കണ്ടോ കണ്ടോ, അവന്റെ ദാഹം മാറി.
എന്റെ ഹൃദയത്തിന്റെ ഹൃദയവും മാംസത്തിന്റെ മാംസവുമായ എന്റെ പൊന്നുമകനെ ഈ കാഴ്ച കണ്ടു നിൽക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. നിന്നോടൊപ്പം മരിക്കാൻ ഈ അമ്മയെയും നീ അനുവദിക്കൂ. സ്ത്രീ ഇനി മുതൽ ഇതാണ് നിന്റെ മകൻ. യോഹന്നാനെ, ഇന്നു മുതൽ ഇത് നിന്റെ അമ്മയായിരിക്കും. മകനെ, എന്റെ അമ്മയെ നീ നിന്റെ സ്വന്തം അമ്മയെ പോലെ സംരക്ഷിക്കണം. ഗുരുവേ, അങ്ങയുടെ അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയായി കാത്തുകൊള്ളാം. പിതാവേ, എന്റെ പിതാവേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എല്ലാം പൂർത്തിയാകാൻ സമയമായിരിക്കുന്നു. പിതാവേ, എന്റെ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതാ അവൻ മരിച്ചു. എന്തൊക്കെയോ ദുരന്തങ്ങൾ സംഭവിക്കുന്ന പോലെ. വാ, ഇവിടുന്ന് വേഗം പോകാം. ഗുരുവേ, ഞങ്ങളുടെ പ്രിയ ഗുരുവേ, അങ്ങ് ഞങ്ങളെ വിട്ടുപോയോ? ഇവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. കഴിയുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. മകനെ, നീ എന്നെ തനിച്ചാക്കി പോയോ? എടോ, ഇതിപ്പോൾ 3 ദിവസമായി. എത്ര നേരമെന്ന് വെച്ചാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഏയ്, താൻ ഉറങ്ങില്ലേ? താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിലാകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രൻ തന്നെ ആയിരുന്നു. തനിക്കിതെന്തു പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്കിവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ സാധിക്കുമായിരുന്നു. ദൈവപുത്രൻ പോലും. ദൈവപുത്രൻ. എന്താ ഇത്? മറിയം, അതാ നോക്കൂ. എന്തു പറ്റി? കാണുന്നില്ലേ, കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു.
ശരിയാണല്ലോ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിവരം വേഗം ശിഷ്യന്മാരെ അറിയിക്കണം. എങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവരെ വിവരം അറിയിക്കാം. മറിയം, പറയൂ, എന്താ സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ കർത്താവിന്റെ കല്ലറ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് അത് തുറന്നു കിടക്കുന്നത് കണ്ടത്. നോക്കിയപ്പോൾ കർത്താവിനെ അവിടെ കാണുന്നില്ല. എന്താ നീ പറയുന്നത്? ഞങ്ങളൊന്ന് നോക്കട്ടെ. ദൈവമേ, ശരിയാണല്ലോ, കർത്താവിനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇത് മിക്കവാറും ആ യഹൂദർ തന്നെ ആയിരിക്കും ചെയ്തത്. ശരിയാ. മറിയം, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി എല്ലായിടത്തും ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. എന്റെ ദൈവമേ, എന്റെ കർത്താവിന് എന്തായിരിക്കും സംഭവിച്ചത്? ആരായിരിക്കും അവനെ ഇവിടുന്ന് എടുത്ത് മാറ്റിയത്? സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? ആരാണത്? ഞങ്ങളുടെ കർത്താവിനെ ആരോ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ തിരയുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്റെ കർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന്? ജീവിച്ചിരിക്കുന്നവനെ എന്തിനാണ് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? അവനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. അവൻ ദൈവസന്നിധിയിലേക്ക് ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തോടെ കഴിയുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. സുരഭില സുന്ദര സ്തുതിഗീതം ഉയരുന്നു കല്ലറ പാതാവിൽ. സുരഭില സുന്ദര സ്തുതിഗീതം ഉയരുന്നു കല്ലറ പാതാവിൽ.